തമിഴ്നാട്ടിലെ ചെന്നൈയുടെ പ്രാന്തപ്രദേശമായ കാഞ്ചീപുരം ജില്ലയിലെ കുന്ദ്രത്തൂരിലാണ് കുന്ദ്രത്തൂർ മുരുകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരമശിവന്റെയും പാർവതിദേവിയുടെയും പുത്രനായ മുരുകനാണ് അധിപൻ. മുരുകൻ പല പേരുകളിൽ അറിയപ്പെടുന്നു. കാർത്തികേയൻ, കുമരൻ, ഷൺമുഖൻ, സ്കന്ദൻ മുതലായവയാണ്. തമിഴ്നാടിന്റെ രക്ഷാധികാരിയാണ് മുരുകൻ. യുദ്ധത്തിന്റെ യുവദൈവവും. തമിഴ് ഹിന്ദുക്കൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ പ്രശസ്തിയുണ്ട്. ശ്രീലങ്കയും മലേഷ്യയും ഉൾപ്പെടെ തമിഴ് ജനസംഖ്യയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം ആരാധിക്കപ്പെടുന്നു. അസുരന്മാർക്കെതിരെ ദേവന്മാരുടെ സൈന്യത്തെ നയിച്ച് അവരെ പരാജയപ്പെടുത്തിയ ദേവന്മാരുടെ സേനാപതിയായിരുന്നു മുരുകൻ. ശൂരപത്മൻ എന്ന അസുരനുമായുള്ള ഇതിഹാസ യുദ്ധത്തിൽ അദ്ദേഹം 6 സ്ഥലങ്ങളിൽ താമസിച്ചു. സ്വാമിമലൈ, തിരുറ്റണികൈ, തിരുവാവിനൻകുടി, പളനി, തിരുപ്പരംകുണ്ട്രം, പഴമുതിർസോലൈ, തിരുച്ചെന്തൂർ എന്നിവയാണ് ഈ 6 സ്ഥലങ്ങൾ. ഈ സ്ഥലങ്ങളിൽ ഓരോന്നിലും തിരുമുരുകതൃപ്പടയിലെ തമിഴ് കവിതകളിൽ പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ള പുരാതന ക്ഷേത്രങ്ങളുണ്ട്. ഇത് സംഘകാലഘട്ടത്തിലേതാണ്. 3-ാം നൂറ്റാണ്ട് സിയിൽ ഈ 6 സ്ഥലങ്ങളും ഒരുമിച്ച് അറുപടൈ വീട് എന്നറിയപ്പെടുന്നു. അതായത് മുരുകന്റെ 6 യുദ്ധ ക്യാമ്പുകൾ. പല ഹിന്ദു പുരാണ കഥകളിലും മുരുകനെ ബ്രഹ്മചാരിയായി പ്രതിനിധീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മിക്ക പ്രധാന സംഭവങ്ങളും അദ്ദേഹത്തിന്റെ യൗവനകാലത്താണ് സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ ജനനത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും ജനപ്രിയമാണ്. അതിനാൽ ഉത്തരേന്ത്യയിൽ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നതുപോലെ മുരുകനെ പലപ്പോഴും ഒരു കുട്ടി ദൈവമായി ബഹുമാനിക്കുന്നു. ഹൈന്ദവ പുരാണങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന് വള്ളി, ദൈവാനി എന്നീ 2 ഭാര്യമാരുണ്ട്. തിരുപ്പോറൂരിൽ നിന്ന് തിരുട്ടണികായിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ മുരുകൻ ഈ കുന്നിൻ മുകളിലാണ് താമസിച്ചതെന്ന് ഹിന്ദു പുരാണങ്ങൾ പറയുന്നു. ഈ സ്ഥലത്തെ സൗത്ത് താനിക എന്നും വിളിക്കുന്നു. കാരണം മുരുക ഭഗവാൻ വടക്കൻ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിലുള്ളത്. താനികയെ അഭിമുഖീകരിക്കുന്നതുകൊണ്ട് സൗത്ത് താനിക എന്ന പേര് ലഭിച്ചു. വടക്കോട്ട് പ്രതിഷ്ഠയുള്ള ഏക മുരുകൻ ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൽ മുരുകൻ വടക്ക് അഭിമുഖമായി നിൽക്കുന്നത് കാണാം. ചോള രാജാവായ കുലോതുംഗ ചോള രണ്ടാമനാണ് ക്ഷേത്രം നിർമ്മിച്ചത്. ഈ ക്ഷേത്രത്തിന്റെ സവിശേഷത 2 ഭാര്യമാരും മുരുകനോടൊപ്പമുണ്ടെങ്കിലും ഒരു സമയം ഒരു ദേവിക്കൊപ്പം മാത്രമേ മുരുകനെ കാണാൻ കഴിയൂ എന്നതാണ്. ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് വള്ളി ദേവിയുമായി മുരുകനെ കാണാം. മറുവശത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് മുരുകനെ ദൈവാനി ദേവിയുമായി കാണാം. ഇത് ക്ഷേത്രത്തിന്റെ വാസ്തുപരമായ ഒരു പ്രധാന പ്രശസ്ത അത്ഭുതം തന്നെയാണ്. ഈ കുന്നിൻ ക്ഷേത്രത്തിലെത്താൻ 84 പടികൾ കയറണം. പുരാണങ്ങൾ അനുസരിച്ച് തിരുത്തണിയിൽ എത്തുന്നതിനു മുമ്പ് മുരുകൻ ഈ സ്ഥലത്ത് ഒരു ശിവലിംഗത്തെ ആരാധിച്ചു. താരകാസുരൻ എന്ന അസുരൻ ദേവന്മാരെ ഉപദ്രവിക്കുകയായിരുന്നു. മുരുകൻ തന്റെ സൈന്യത്തെ മാർഷൽ ചെയ്യുകയും തിരുപ്പോറൂരിൽ അദ്ദേഹവുമായി കടുത്ത യുദ്ധം ചെയ്യുകയും അവനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. യുദ്ധാനന്തരം വീണ്ടും ശാന്തനാകാൻ തിരുട്ടണിയിലേക്ക് പോകാൻ മുരുകൻ ആഗ്രഹിച്ചു. തിരുട്ടണിയിലേക്കുള്ള യാത്രാമധ്യേ ഭഗവാൻ ഒരു ചെറിയ കുന്ന് കണ്ടു. കുറച്ചു ദിവസം അവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു. കുന്നിൻ മുകളിൽ താമസിക്കുമ്പോൾ മുരുക ഭഗവാൻ ഒരു ശിവലിംഗമുണ്ടാക്കി. എല്ലാ ദിവസവും ശിവലിംഗത്തെ ആരാധിച്ചു. ഈ ശിവനെ കാന്താശേശ്വര എന്നറിയപ്പെടുന്നു. കുന്ദ്രത്തൂരിന്റെ താഴ്വരയിൽ ലിംഗം കാണാം. മുരുകൻ ശിവലിംഗത്തെ ആരാധിച്ചതുകൊണ്ടാണ് ശിവഭഗവാനെ അങ്ങനെ വിളിക്കുന്നത്. പിന്നീട് മഹാനായ ചോള രാജാവ് കുലോതുംഗ രണ്ടാമൻ ഈ സ്ഥലത്ത് ക്ഷേത്രം പണിതു. മുരുക ഭഗവാനെ ആരാധിക്കുന്ന ഒരു പ്രത്യേക ദേവാലയമുണ്ട്. കുന്നുകൾ ഉള്ളയിടത്തെല്ലാം മുരുകൻ ഉണ്ടാവുമെന്ന് ഒരു തമിഴ് പഴഞ്ചൊല്ല് പറയുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മുരുകൻ ഈ സ്ഥലം വിട്ട് തിരുട്ടണിയിലേക്ക് പോയി അവിടെ അദ്ദേഹം താമസമാക്കി. കുലോതുംഗ ചോള രണ്ടാമന്റെ മുഖ്യമന്ത്രി കൂടിയായ പ്രശസ്ത കവി സെക്കിഴർ ജനിച്ചത് ഈ സ്ഥലത്താണ്. അദ്ദേഹം തന്റെ മന്ത്രിസ്ഥാനം രാജിവെച്ച ശേഷം അദ്ദേഹം പെരിയപുരനം എന്ന കൃതി എഴുതി. അദ്ദേഹത്തിന് ഒരു ഇളയ സഹോദരനുണ്ടായിരുന്നു, പാലരവയാർ. അയാൾ ക്ഷേത്രത്തിനടുത്ത് ഒരു കുളം കുഴിച്ചു. ഈ കുളം ഇപ്പോൾ പലരവയർ കുളം എന്നാണ് അറിയപ്പെടുന്നത്. വിവാഹത്തിൽ കാലതാമസം നേരിടുന്നവർ വിവാഹ തടസ്സങ്ങൾ മാറാൻ മുരുകനെ പ്രാർത്ഥിക്കുന്നു. അതിനായി അവർ ഭഗവാന് അഭിഷേകങ്ങളും മറ്റു വഴിപാടുകളും നടത്തുന്നു. ചിലർ ഭഗവാന് വസ്ത്രങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഒരു വലിയ ആൽമരം ഈ ക്ഷേത്രത്തിൽ കാണാം. സന്തതിയില്ലാത്ത ആളുകൾ ക്ഷേത്രത്തിൽ വന്ന് ഈ പുണ്യവൃക്ഷത്തിൽ തൊട്ടിൽ കെട്ടുന്നു. അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് ഒരു കുട്ടി ജനിച്ചാൽ അവർ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി കുഞ്ഞിന്റെ ഭാരത്തിന് തുല്യമായ പഴങ്ങളോ പഞ്ചസാരയോ ഉപയോഗിച്ച് തുലാഭാര വഴിപാട് നൽകുന്നു. ചിലപ്പോൾ ഒരു ഭക്തന്റെ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വന്നേക്കാം. അത്തരം സന്ദർഭങ്ങളിലും മാതാപിതാക്കൾ ക്ഷേത്രം സന്ദർശിക്കുന്നു. അവരുടെ കുട്ടിയുടെ ആരോഗ്യത്തിനായി ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. ഭക്തർക്ക് നൽകുന്ന പ്രസാദമാണ് വിഭൂതി അല്ലെങ്കിൽ ഭസ്മം. മനസ്സുരുകി മുരുകനെ പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. സെക്കിഴാർ ഗുരുപൂജയ്ക്കിടെ മുരുക ഭഗവാൻ കുന്നിൻ ക്ഷേത്രത്തിൽ നിന്ന് താഴെയുള്ള ക്ഷേത്രത്തിൽ സെക്കിഴാറിനെ ദർശിക്കാൻ വരുന്നു. പ്രവേശന കവാടത്തിലെ ദ്വാരപാലകർ വജ്രം, ത്രിശൂലം എന്നീ ആയുധങ്ങൾ കൈവശം വച്ച് മുരുകന് കാവലായി നിൽക്കുന്നു. 84 പടികളുണ്ട് ഈ മലക്ഷേത്രത്തിലെത്താൻ. 84 പടികൾ കയറാൻ കഴിയാത്തവർക്കായി വാഹനങ്ങൾ ഉപയോഗിച്ച് ക്ഷേത്രത്തിന്റെ മുൻവശം വരെ എത്തിച്ചേരാൻ കഴിയും. അതിനായി അതിമനോഹരമായ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് വേഗത്തിൽ പ്രവേശനം ആവശ്യമുള്ളവർക്ക് ഔട്ടർ റിംഗ് റോഡിന് വളരെ അടുത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടുതന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള എല്ലാ സംവിധാനവും ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെയും ക്ഷേത്രം തുറന്നിരിക്കും.